എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇച്ചിഗോയും ആ ഒരു അരങ്കാർ ലേഡിയും അവർ രണ്ടുപേരും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് പൊരിഞ്ഞ പോരാട്ടം. ആ അരങ്കാറാണെങ്കിൽ ഹീറോയെ പിടിച്ചു വലിച്ച് അച്ചരം പൊച്ചറ അറ്റാക്ക് ചെയ്യാണ്. ഇവിടെ ഒർഹിബയ്ക്കാണെങ്കിൽ അത് നോക്കി നിൽക്കാൻ മാത്രമേ കഴിയൂ. ഒർഹിബയെ പിടിച്ചു വെച്ചിരിക്കുന്ന ആ അരങ്കാരൻ അസിസ്റ്റന്റ് ഹോലോ അവൻ തീർത്തു പറയും, നീ മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്ന അനുസരിക്കുന്നതാണ് നിനക്ക് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിന്നെയും നിന്റെ ഫ്രണ്ട്സിനെയും ഇച്ചിഗോയെയും ഒക്കെ തന്നെ ഞങ്ങൾ നശിപ്പിച്ചു കളയും. അത് കേട്ട് അവളാണെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അടുത്ത നിമിഷം ആ ഒരു ഹോലോ അരങ്കാർ അവൻ കുഞ്ഞിപ്പെണ്ണ് ഹോലോ അവൾ അവിടെ എവിടെയോ ഉണ്ടെന്ന് തിരിച്ചറിയാണ്. അതിനുശേഷം അവൾ മറിഞ്ഞിരുന്ന ആ ഒരു പാറ അവന്റെ പവർ ഉപയോഗിച്ച് അങ്ങനെ തകർത്ത് തവിട് പൊടിയാക്കും. കുഞ്ഞിപ്പെണ്ണിനെ കാണേണ്ട താമസം ആ അരങ്കാസിന് ഭയങ്കര സന്തോഷം. ആ ലേഡി അരങ്കാർ അവൾ അങ്ങനെ ഡൈവേർട്ട് ചെയ്ത് ഇപ്പൊ കുഞ്ഞിപ്പെണ്ണിന്റെ അടുത്തേക്ക് വരും. ഓ, നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും നാള് അന്വേഷിച്ച് നടന്നത്. നീ ഞങ്ങളുടെ കണ്ണു വെട്ടിച്ച് ഒളിച്ച് നടക്കായിരുന്നല്ലേ. അത് കേട്ട് ഇച്ചിഗോ ഷോക്കാവും. ആ ലേഡി അരങ്കാർ പറയും, ഓലോ കുഞ്ഞിപ്പെണ്ണ് നിനക്ക് ഇവിടുന്ന് കിട്ടിയ പുതിയ ഫ്രണ്ടല്ലേ. ആക്ച്വലി ഇവൾ ആരാണെന്ന് നിനക്കറിയോ? ഇവൾ എസ്പാഡൻ ടീമിലെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മെമ്പറാണ്. അത് കേൾക്കേണ്ട താമസം ഹീറോ ആണെങ്കിൽ ഡബിൾ ഷോക്ക്. ഇത്രയും ചെറിയൊരു പെൺകുട്ടി ഇവളെങ്ങനെ എസ്പാഡൻ ടീമിലെ ഒരു മെമ്പറായി ചിന്തിച്ച് അവനങ്ങനെ കൺഫ്യൂസ്ഡ് ആയി കുഞ്ഞിപ്പെണ്ണെ തന്നെ നോക്കും. ഹീറോ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നത് കണ്ട ആ അരങ്കാർ ലേഡി അവളങ്ങനെ പൊട്ടിച്ചിരിക്കും. ആക്ച്വലി ഇവളൊരു തന്ത്രശാലി തന്നെയാണെന്ന് പറയും. അത് കേട്ട് ഇച്ചിഗോ ആണെങ്കിൽ ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. അവൾ ആദ്യമായിട്ട് കണ്ടതും അവള് ഒരു നിഷ്കളങ്കയായ പെൺകുട്ടിയായി അവളുടെ ബ്രദേഴ്സിനൊപ്പം കളിച്ചതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഹീറോ ആലോചിക്കുകയാണ്. അങ്ങനെ ഒരു പെൺകുട്ടി എങ്ങനെ എസ്പാഡൻ ടീമിലെ ഒരു മെമ്പറായെന്ന് അവനെ കൊണ്ട് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാക്കാനും അത് വിശ്വസിക്കാനും സാധിക്കില്ല. ഹീറോ ആണെങ്കിൽ വീണ്ടും ഒരുപാട് സംശയത്തില് അവളെ തന്നെ നോക്കുകയാണ്. ഇവിടെ അരങ്കാർ ലേഡിയാണെങ്കിൽ ഫുൾ കലിപ്പില് അവൾ അറ്റാക്ക് ചെയ്യാനായിട്ട് ഓടി അടുക്കും. നീ എസ്പാഡൻ ടീമിന് വലിയൊരു അപമാനം തന്നെയാണ്. നിന്റെ പവർ കണ്ട ഐസനാണ് നിന്നെ എസ്പാഡൻ ടീമിലേക്ക് എടുത്തത്. പക്ഷേ നിനക്ക് എസ്പാഡൻ ടീമിന്റെ വാല്യൂ അറിയില്ല. നീ ഓപ്പണൻസിനെ അവരെയാണ് സഹായിക്കാനായിട്ട് ശ്രമിച്ചത്. അതുമാത്രമല്ല എസ്പാഡൻ ടീമിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി പോലും നീ കറക്റ്റായിട്ട് ഏറ്റെടുത്ത് ചെയ്തിട്ടില്ല. ഞങ്ങളുടെ കണ്ണു വെട്ടിച്ച് ഒളിച്ചോടിയും നിന്റെ ബ്രദേഴ്സുമായിട്ട് കളിച്ചും ചിരിച്ചും ഈ ഹോളോ വേൾഡില് ഞങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ജീവിച്ചു. ഇനി നീ ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവൾ അങ്ങനെ കാലുയർത്തി ഇപ്പൊ കുഞ്ഞിപ്പെണ്ണ് ഹോലോയെ ചവിട്ടി അമർത്താൻ ഓടി അടുക്കും. അങ്ങനെ ക്ലോസ് എത്തി കാൽ ഉയർത്തേണ്ട താമസം നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ അവളെ അങ്ങനെ ബ്ലോക്ക് ചെയ്ത് കാല് അവളുടെ ആ പൊന്തം കാലില് ആഞ്ഞടിക്കുകയാണ്. അതുകൊണ്ട് വീണ്ടും ആ ഒരു അരങ്കാറിന് ഭയങ്കര സംശയം. കാരണം ഇച്ചിഗോ ആണെങ്കിൽ ഇപ്പൊ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് അവന്റെ ഫ്രണ്ട്സിനെ അല്ല, മറിച്ച് ക്രിഞ്ചോയെയും ഈ ഹോലോ പെണ്ണിനെയൊക്കെയാണ്. സത്യത്തിൽ ഒരു ഹ്യൂമൻ ആണോ അതോ ഒരു ഹോലോ ആണോ? ഇവനെ കൊണ്ട് ഹോലോ പവർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവൻ ഹോലോസിനെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ അർത്ഥം എന്താ ചിന്തിച്ച് അവൾ കൺഫ്യൂസ്ഡ് ആയിട്ട് അങ്ങനെ നിൽക്കും. അടുത്ത നിമിഷം ആ അലങ്കാർ ലേഡി അവളാണെങ്കിൽ വീണ്ടും കുഞ്ഞിപ്പെണ്ണ് ഹോലോയെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അത് മനസ്സിലാക്കിയ ഹീറോ ആണെങ്കിൽ അവളുടെ ഓരോ അറ്റാക്കിൽ നിന്നും കുഞ്ഞിപ്പെണ്ണ് ഹോലോയെ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അതിൽ കലിയിളകിയ ആ അരങ്കാർ ലേഡി അവളാണെങ്കിൽ ഇപ്പൊ ഇച്ചിഗോയ്ക്ക് നേരെ തിരിഞ്ഞ് ഇച്ചിഗോയെ അച്ചറം പൊച്ചറ ആഞ്ഞടിച്ച് ഇച്ചിഗോയുമായി പൊരിഞ്ഞ പോരാട്ടം. ഇച്ചിഗോയുടെ അവസ്ഥ അത് മോശമാവുന്നത് കണ്ട കുഞ്ഞിപ്പെണ്ണ് നയല് അവളാണെങ്കിൽ ഒച്ചത്തിൽ നിലവിളിക്കും. കാരണം അവൾക്ക് വേണ്ടിയാണ് ഇപ്പൊ ഇച്ചിഗോ ഇതെല്ലാം അനുഭവിക്കുന്നത്. അവൾക്കത് കണ്ടു നിൽക്കാനാവാതെ ഇച്ചിഗോയുടെ പേര് വിളിച്ച് പൊട്ടിക്കരഞ്ഞ് അവൾ കണ്ണടച്ചു പിടിക്കും. ഇവിടെ ഇച്ചിഗോയ്ക്കാണെങ്കിൽ അവന്റെ ജീവനെ കുറിച്ച് ഓർത്ത് യാതൊരു ടെൻഷനും ഇല്ല. എങ്ങനെയെങ്കിലും നയലിനെയും ഒർഹിബയും അവർ രണ്ടുപേരെയും പ്രൊട്ടക്ട് ചെയ്യുക എന്നത് മാത്രമാണ് എന്റെ ഇപ്പോഴത്തെ ഒരേ ഒരു ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അവൻ വിട്ടുകൊടുക്കാതെ കട്ടയ്ക്ക് ഫൈറ്റ് ചെയ്ത് അവളെ പ്രിവെന്റ് ചെയ്ത് പിടിക്കും. എന്നാണെങ്കിൽ ഈ കാഴ്ചകളെല്ലാം കണ്ട് അവളെ തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ദേഷ്യത്തിലും വെറുപ്പിലും അവളിപ്പോ അവളുടെ റിയൽ സ്പ്ലിറ്റ് പ്രഷർ അതങ്ങനെ പുറത്തേക്ക് ഇജക്ട് ചെയ്യാണ്. അടുത്ത നിമിഷം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് ഹോലോ അവളാണെങ്കിൽ സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണായി മാറുകയാണ്. അവളുടെ റിയൽ ഫോം കണ്ട് ഇച്ചിഗോയും ഒറീബയും അവിടെ ഉണ്ടായിരുന്ന അരങ്കാസും എല്ലാവരും തന്നെ ഷോക്കായിട്ട് ആ കാഴ്ച അങ്ങനെ കണ്ടു നിൽക്കുകയാണ്. ഇച്ചിഗോ ആണെങ്കിൽ അവളോട് ചോദിക്കും, നെയിൽ ഇത് നീ തന്നെയാണോ? നിനക്ക് എന്ത് സംഭവിച്ചു? നീ എങ്ങനെ ഇത്രയും വേഗം ഇത്രയും വലിയ രൂപത്തിലേക്ക് ട്രാൻസ്ഫോം ആയി? അതിനാ കുഞ്ഞിപ്പെണ്ണ് ഹോലോ പറയും, സത്യത്തിൽ ഇതാണ് എന്റെ യഥാർത്ഥ രൂപം. എനിക്ക് എന്റെ പവർ ഉപയോഗിച്ച് ഏത് സൈസിലേക്ക് വേണമെങ്കിലും വളരെ എളുപ്പത്തിൽ ചെറുതാവാനും വലുതാവാനും കഴിയും. സോ എനിക്കിഷ്ടപ്പെട്ടത് ആ കുഞ്ഞിപ്പെണ്ണ് ഹോലോയുടെ സൈസും രൂപമൊക്കെയാണ്. അതുകൊണ്ടാണ് ഇത്രയും കാലവും അവളുടെ മറവിൽ ഞാൻ അങ്ങനെ ജീവിച്ചത്. പക്ഷെ ഇനിയും ഞാൻ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നിന്റെ ജീവൻ അത് വലിയ അപകടത്തിലാവും. അതിന് ഞാൻ അനുവദിക്കില്ല. എന്തു വില കൊടുത്തും തീർച്ചയായിട്ടും നിന്നെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യും. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ എൻ്റെ റിയൽ ഫോമിലേക്ക് മാറിയെന്ന് പറഞ്ഞ് അവൾ ഫൈറ്റ് ചെയ്യാൻ അങ്ങനെ റെഡിയാവും. ഇവിടെ അരങ്കാർ ലേഡിയാണെങ്കിൽ അത്ഭുതത്തോടു കൂടെ ആ ചുന്ദരി പെണ്ണ് ഹോലോ പെണ്ണെ നോക്കുകയാണ്. കാരണം ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് അവൾ ട്രാൻസ്ഫോം ആയി അവളുടെ റിയൽ രൂപത്തിലേക്ക് വരുന്നത്. അത് ശരിക്കും
വളരെ ഇംപ്രസീവ് തന്നെയാണ്. നെയിലാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഇച്ചിഗോയെ അങ്ങനെ താങ്ങി എഴുന്നേൽപ്പിക്കും. അതിനുശേഷം ആ അരങ്കാർ ലേഡിക്ക് നേരെ തിരിഞ്ഞു നിൽക്കുകയാണ്. ഇച്ചിഗോയ്ക്കാണെങ്കിൽ നല്ല പേടിയുണ്ട്. കാരണം ആ ഒരു അരങ്കാർ ലേഡിക്ക് പവർ വളരെ കൂടുതലാണ്. അവളുടെ നമ്പർ അത് 4 ആണ്. നെയിലിന് അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിച്ച് ഇച്ചിഗോ അവളുടെ പുറം ഭാഗത്തേക്ക് നോക്കുമ്പോഴായിരിക്കും അവിടെ നമ്പർ 3 എന്ന് കാണുക. അത് കാണേണ്ട താമസം നമ്മുടെ ഹീറോ ആണെങ്കിൽ ഡബിൾ ഷോക്കാവും. കാരണം ആ ഒരു അരങ്കാർ ലേഡിയുടെ നമ്പർ 4 ആണ്, ഇവളുടേത് 3യും. ഐസന്റെ അസിസ്റ്റൻസിൽ ഏറ്റവും പവർഫുള്ളായ 3ാമത്തെ ആളാണ് ഈ നെയിൽ അലങ്കാർ കുഞ്ഞിപ്പെണ്ണ്. ഇത്രയും വലിയൊരു ട്വിസ്റ്റും സർപ്രൈസും അത് നമ്മുടെ ഇച്ചിഗോ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഇവിടെ നെയിലാണെങ്കിൽ ഫുൾ കലിപ്പില് ആ അരങ്കാർ ലേഡിയെ തകർക്കാൻ അവളുടെ സ്ക്വാഡൊക്കെ കയ്യിലേന്തി അങ്ങനെ ഉഷാറായിട്ട് മുൻപോട്ടേക്ക് കുതിക്കുകയാണ്. ഹീറോ കണ്ണിമ വെട്ടാതെ അവളുടെ ഓരോ മൊമെന്റ്സും നോക്കി നിൽക്കും. കുഞ്ഞിപ്പെണ്ണ് ഹോലോ നയല് അവളാണെങ്കിൽ അവളുടെ സ്ക്വാഡ് വെച്ച് ആഞ്ഞു വെട്ടുകയാണ്. ആ ഒരു അറ്റാക്കില് അവൾക്ക് നല്ല രീതിയിൽ പരുക്ക് പറ്റും. അതിൽ കലിയിളകിയ അലങ്കാർ ലേഡി അവളും അവളുടെ ഫുൾ പവർ എടുത്ത് അങ്ങനെ കുഞ്ഞിപ്പെണ്ണ് ഹോലോയ്ക്ക് നേരെ പ്രയോഗിക്കുകയാണ്. അവൾ അതിലും പവർഫുൾ ആണ്. അവൾ ആ ഒരു പവർ അബ്സോർബ് ചെയ്തെടുത്ത് അതിന്റെ ഡബിൾ പവറിൽ തിരികെ ആ അരങ്കാർ ലേഡിയെ തന്നെ അറ്റാക്ക് ചെയ്യും. അത് ശരിക്കും ഒരു സർപ്രൈസ് മൂവാണ്. ആക്ച്വലി ഇവളുടെ ഒരു സ്പെഷ്യൽ എബിലിറ്റിയാണ് മറ്റുള്ളവരുടെ പവർ അത് അബ്സോർബ് ചെയ്തെടുത്ത് അത് കോപ്പി ചെയ്ത് അത് ഡബിളായി തിരികെ ഉപയോഗിക്കുക. അവളെ പൂർണ്ണമായിട്ടും ഇപ്പൊ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് ഹോലോ അവളങ്ങനെ അച്ചറം പൊച്ചറം തല്ലി അകർത്ത് താഴെയിടും. അതിനുശേഷം അങ്ങനെ ടേൺ ചെയ്തു വന്ന് ഇച്ചിഗോയുടെ അടുത്ത് നിൽക്കുകയാണ്. ഇച്ചിഗോയ്ക്ക് ഒർഹിബയ്ക്കും അതൊരു വലിയ അത്ഭുതം തന്നെയാണ്. ആ കുഞ്ഞിപ്പെണ്ണ് ഹോലോ ആണെങ്കിൽ ഇപ്പൊ ഇച്ചിഗോയെ ഓടി വന്ന് അങ്ങനെ ടൈറ്റായിട്ട് ഹഗ് ചെയ്യുകയാണ്. അതിനുശേഷം അവൻ അറിഞ്ഞും പുറഞ്ഞും കിസ് ചെയ്യും. അവൾക്ക് ചെറുതായിട്ട് ഇച്ചിഗോയോട് കുറച്ച് ക്രഷൊക്കെ തോന്നും. മാത്രമല്ല അവൾക്കിപ്പോ അവൻ ഒരുപാട് ഇഷ്ടമാണ്. അതേസമയം ഉർഹിബയ്ക്കാണെങ്കിൽ അതുകൊണ്ട് കുറച്ച് അസൂയം തോന്നും. ഉർഹിബയും അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും കരുതിയത് അതൊരു കുഞ്ഞു പെണ്ണാണെന്നാണ്. പക്ഷേ അവളുടെ യഥാർത്ഥ രൂപം കണ്ടപ്പോഴാണ് ഉർഹിബയ്ക്ക് കാര്യം മനസ്സിലായത്. അവൾക്ക് ഇച്ചിഗോയോട് ഒരു ക്രഷ് ഉണ്ട്, നല്ല രീതിയിൽ അറ്റാച്ച്മെന്റും ഉണ്ട്. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഇച്ചിഗോ എന്റേതാണെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ കുഞ്ഞിപ്പെണ്ണിനോടുള്ള ദേഷ്യത്തിൽ അങ്ങനെ പല്ല് കടിച്ചു നിൽക്കും. അപ്പോഴായിരിക്കും അവർക്ക് വീണ്ടും ട്വിസ്റ്റ് കൊടുത്തതുകൊണ്ട് ആ ഒരു അരങ്കാർ ലേഡി അവൾ അവിടേക്ക് വരിക. നീ എന്ത് കരുതി ഇത്ര എളുപ്പത്തിൽ എന്നെ തോൽപ്പിച്ച് ഇവിടുന്ന് കടന്നു കളയാമെന്നോ? എസ് ബാഡൻ ടീമിൽ നിന്ന് പോയപ്പോൾ ഉള്ള പവർ അല്ല ഞങ്ങൾക്കിപ്പോ, അതിലും ഒരുപാട് കൂടിക്കഴിഞ്ഞു. സോ നിന്റെ ടെക്നിക്ക് അതിപ്പോ അപ്ഡേറ്റഡ് ആയിട്ടുള്ള എസ് ബാഡൻസിനടുത്ത് നടക്കില്ല എന്ന് പറഞ്ഞ് അവളാണെങ്കിൽ വീണ്ടും ആ ഹോലോ സുന്ദരി പെണ്ണിനെ വെല്ലുവിളിക്കും. അത് കേട്ട് മുഴുവൻ കൺട്രോളും പോയി അവൾ അങ്ങനെ പല്ല് കടിച്ച് മുരച്ച് ആ ഒരു അരങ്കാർ ലേഡിയെ നോക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.